ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. KCB വർക്കറിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു മൈൻഡിൽ വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഓൾ ടുഗെദർ നമ്മളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. നമുക്ക് കോൺസെപ്റ്റ് അറിയാം, നമ്മൾ തിയറി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമോ അത്രത്തോളം നമുക്ക് ഫൈനൽ എക്സാമിന് ബെനിഫിറ്റ് ചെയ്യും. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സാമിന് റിലവൻ്റ് ആയിട്ട് ഈ ഒരു KCB വർക്കർ മാത്രമല്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു എക്സാം ഉണ്ടായാലും അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് സെൽസ് ആൻഡ് ബാറ്ററീസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ അതിൻ്റെ ഒരു ഇറ ആയതുകൊണ്ട്, അതായത് ഗ്രീൻ എനർജിയുടെ ഒരു ഇറ ആയതുകൊണ്ട് ഈ ബാറ്ററീസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സും ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും ഇനി നിങ്ങൾ റിസർച്ചിന് പോവുകയാണെങ്കിൽ പോലും സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സെൽ? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് സെൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. സെൽസ് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് എ പ്രൈമറി സെൽ. ഓക്കെ, എങ്ങനെ എഴുതാം? പ്രൈമറി സെൽ. സെക്കൻഡ് വൺ സെക്കൻഡറി സെൽ. ഓക്കെ, സെക്കൻഡറി സെൽ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, പ്രൈമറി സെൽ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. യൂസ് ആൻഡ് ത്രോ. നമ്മുടെ റിമോട്ടിലിടുന്ന ബാറ്ററീസ്, ടോയ്സിലിടുന്ന ബാറ്ററീസ്, നമ്മുടെ റിസ്റ്റ് വാച്ചിലിടുന്ന ബാറ്ററീസ്, ഇതെല്ലാം എന്താണ്? യൂസ് ആൻഡ് ത്രോ ആണ്. ഒരിക്കൽ നമ്മൾ മേടിക്കുന്നു, അതിൻ്റെ ലൈഫ് ടൈം കഴിയുമ്പോൾ അത് മാറ്റുന്നു, പുതിയ ബാറ്ററി മേടിച്ചിടുന്നു. അങ്ങനെയുള്ള വൺ ടൈം യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് പ്രൈമറി സെൽസ് അഥവാ പ്രൈമറി ബാറ്ററീസ്. ഇനി റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്കൊരു ലോങ് ടേം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെക്കൻഡറി ബാറ്ററീസ്. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷൻസ് നോക്കാം. ഏതാണ് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് പറ്റാത്തത് നമുക്ക് നോക്കാം. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി സെൽ, അതായത് യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലെഡ് ആസിഡ് ബാറ്ററി, സെക്കൻഡ് നിക്കൽ കാഡ്മിയം ബാറ്ററി, തേർഡ് വൺ ഡ്രൈ സെൽ, ഫോർത്ത് വൺ ലിഥിയം അയോൺ ബാറ്ററി. ഇതിൽ ആ ബാറ്ററി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ A, B, D ഇതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ലിഥിയം അയോൺ ലേറ്റസ്റ്റ് EVയിലെല്ലാം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റീചാർജ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ വണ്ടി, ഓക്കെ, നമ്മുടെ 2 വീലർ അല്ലെ 4 വീലർ നമ്മൾ ആ ബാറ്ററി വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേറെ ബാറ്ററി മാറ്റി വയ്ക്കുന്നതല്ലല്ലോ, റീചാർജ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ A, B, D ഇതെല്ലാം വരുന്നത് റീചാർജബിൾ ബാറ്ററീസ് ആണ് അഥവാ സെക്കൻഡറി സെൽസ് ആണ്. ഇതിൽ വരുന്ന ഓപ്ഷൻ C, ഡ്രൈ സെൽ മാത്രമാണ് യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ടോർച്ചിലിടുന്നത്, ടോയ്സിലിടുന്നത്, റിമോട്ടിലിടുന്നത്, ഇതൊക്കെയാണ് യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സെല്ലിൻ്റെ പറയുന്ന പേരാണ് ഡ്രൈ സെൽ അഥവാ ലെക്ലാഞ്ചി സെൽ. സോ ഓപ്ഷൻ C ഈസ് ദ ആൻസർ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഒരു പോയിന്റും കൂടെ പഠിച്ചു. എന്താണ് പ്രൈമറി സെൽ, എന്താണ് സെക്കൻഡറി സെൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡറി സെൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ലെഡ് ആസിഡ് ബാറ്ററി. ഓക്കെ, സെക്കൻഡറി സെൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തോടൊപ്പം ചേർന്ന് ഒരു പോയിന്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു സെക്കൻഡറി സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ഒരു സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷനിലേക്ക് 2 ഇലക്ട്രോഡ്സ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഒന്ന് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അത് ഇമേഴ്സ് ചെയ്തിരിക്കുന്ന എന്താണ്? ഒരു സൊല്യൂഷനിലാണ്. അതൊരു കെമിക്കൽ സൊല്യൂഷനാണ്, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതിന് പറയുന്ന പേര് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, യു ഹാവ് 2 ഇലക്ട്രോഡ്സ് അഥവാ 2 ടെർമിനൽസ് ഇമേഴ്സ്ഡ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ എന്താ സംഭവിക്കുക? കെമിക്കൽ റിയാക്ഷനിൽ എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ആണ്.
അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഒരു സെല്ലിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നത്. അപ്പോൾ സെക്കൻഡറി സെല്ലെന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? ഇറ്റ് ഈസ് ബേസിക്കലി ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നു. സോ ഇൻ എവറി സെൽസ് ഓർ ബാറ്ററീസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിലൊരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചർ, അത് ആസിഡ് ആണോ ആൽക്കലി ആണോ, അതിൻ്റെ ബേസിലാണ് സെല്ലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചറിലുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും. അസിഡിക് നേച്ചറിലുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്കിങ്ങനെ ഒരുപാട് ലിക്വിഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓരോ ബാറ്ററീസിനും ആനോഡും കാത്തോഡും, അഥവാ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ, അതിൻ്റെ ഒപ്പം ഇലക്ട്രോലൈറ്റ്, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അഥവാ ഫിക്സ്ഡ് ആയിരിക്കും. അതിന് മാറ്റമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ ബാറ്ററി എടുക്കുക, ബാറ്ററിയുടെ ആനോഡ് ഏതാണ്, കാത്തോഡ് ഏതാണ്, ഏത് ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കേസ് പറയുമ്പോൾ അവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലൈൻ ആണ്. സോ ആ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ലെഡ് ആസിഡ് ആണ്. പക്ഷേ ബാക്കി 3 ഓപ്ഷൻസ് ആസിഡ് ആണ്. അതിൽ പഠിച്ചു വെക്കുക. സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് ഈസ് ദ ആസിഡ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണോ? അത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഈ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ 33%. അതായത് 1:3. 1 പാർട്ട് സൾഫ്യൂരിക് ആസിഡിന് 3 പാർട്ട് വെള്ളം. അങ്ങനെ ചേർത്തിട്ടാണ് ഈ ഡൈല്യൂട്ട് ചെയ്ത മിശ്രിതം ലെഡ് ആസിഡ് ബാറ്ററീസിൽ ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഇലക്ട്രോഡ് ആക്ട്സ് ആസ് ദ കാത്തോഡ് ഡ്യൂറിങ് ദ ഡിസ്ചാർജ് ഓഫ് എ ഡ്രൈ സെൽ? അപ്പോൾ ഏത് ഇലക്ട്രോഡാണ് ഇപ്പോൾ ഡ്രൈ സെൽ? എഗെയിൻ ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന ബാറ്ററിയാണ്. ബാക്കി ഇപ്പോൾ സെക്കൻഡറി ബാറ്ററീസ് എല്ലാം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ആസിഡ് ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. അതേസമയം ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് ബാറ്ററീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പ്രൈമറി ബാറ്ററീസിൽ ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ലീക്കേജിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നോർമലി ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു റിമോട്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? കോമ്പാക്ട് സൈസാണ്, അതുപോലെ പോർട്ടബിളാണ്. നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് വേണോ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, അല്ലേ? അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു നോർമൽ ബാറ്ററി അഥവാ യൂസ് ആൻഡ് ത്രോ ബാറ്ററിക്ക് ഉണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കീപ്പ് ചെയ്യണം, അല്ലെ പോർട്ടബിൾ ആകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ഫീച്ചറും കൂടെ വേണം. അതിൻ്റെ അകത്തുനിന്നുള്ള ലിക്വിഡ് പോർഷൻ മാറിക്കിട്ടിയാൽ അല്ലെങ്കിൽ ലിക്വിഡ് ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഒരു ജെൽ ടൈപ്പ് മിക്സ്ചർ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഡ്രൈ സെൽ എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വിച്ച് ഇലക്ട്രോഡ് ആക്ട്സ് ആസ് ദ കാത്തോഡ് ഡ്യൂറിങ് ദ ഡിസ്ചാർജ് ഓഫ് എ ഡ്രൈ സെൽ? ഡ്രൈ സെല്ലിൻ്റെ ഡിസ്ചാർജിൽ കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണെന്നാണ്. അപ്പോൾ നോർമലി ഡ്രൈ സെൽ എന്ന് പറയുന്ന സിങ്ക് കാർബൺ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കാത്തോഡ് ഓപ്ഷൻ ബി കാർബൺ റോഡ്. ഒരു സിങ്ക് കണ്ടെയ്നറിൽ കാർബൺ റോഡ് ഇമേഴ്സ് ചെയ്തിട്ടാണ് ഡ്രൈ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ CC എന്ന് ആലോചിച്ചാൽ മതി. കാത്തോഡ് കാർബൺ, കാത്തോഡ് കാർബൺ. ഓക്കെ, ഫോർ എ ഡ്രൈ സെൽ ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ ഒരു ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റൻ എടുത്ത് നോക്കിയാലും ഈ ചോദ്യം ഉണ്ടാവും. ഓക്കെ, സോ ഡ്രൈ സെല്ലിൽ കാർബൺ ആക്ട്സ് ആസ് ദ കാത്തോഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പം നമ്മൾ ഏതൊരു സെൽസ് ആൻഡ് ബാറ്ററീസിൻ്റെ ക്വസ്റ്റൻ എടുത്ത് നോക്കിയാലും ലെഡ് ആസിഡ് ബാറ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നുള്ള എല്ലാ ആസ്പെക്ട്സും ചോദിക്കാറുണ്ട്. അതുപോലെ പ്രധാനമാണ് ഡ്രൈ സെൽ. ലേറ്റസ്റ്റ് ആയിട്ട് ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ യൂസ് കൂടുന്നത് കൊണ്ട്, അതായത് അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടുന്നത് കൊണ്ട് ലിഥിയം അയോൺ ബാറ്ററീസിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽസ് ആൻഡ് ബാറ്ററീസ് പോർഷൻ നോക്കുമ്പോൾ ഈ 3 ടോപ്പിക്സ് മസ്റ്റായിട്ട് നോക്കണം.
Okay, so the nominal voltage of a single lead acid cell. ലെഡ് ആസിഡ് സെല്ലിന്റെ നോമിനൽ വോൾട്ടേജ് അഥവാ വർക്കിംഗ് സമയത്ത് അതിന്റെ വോൾട്ടേജ് എത്രയാണ്? ആൻസർ ഇസ് 2 വോൾട്ട്. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതേ ഇല്ല. കാരണം ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 വോൾട്ട് ടു 2.6 വോൾട്ട് ആണ്. അതായത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ആവുന്ന സമയത്ത് ഇതിന്റെ വോൾട്ടേജ് 1.8, ഫുള്ളി ചാർജ്ഡ് ആവുന്ന സമയത്ത് 2.6. അപ്പോൾ നോർമൽ റണ്ണിങ്, അതാണ് ഈ നോമിനൽ വോൾട്ടേജ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ 2 വോൾട്ട് ആണ് ഉത്തരം. ഇനി 1.2 1.5 ഒക്കെ പറയുന്നത് ആൽക്കലൈൻ വരുന്ന സെൽസിന്റെ വോൾട്ടേജ് റേഞ്ച് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്ററീസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി കൂടുന്ന ബാറ്ററി ഏതാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ലെഡ് ആസിഡ്, നിക്കൽ അയൺ, ലിഥിയം അയോൺ, നിക്കൽ കാഡ്മിയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് കാണുന്നതിന് മുന്നേ ഒരു ചാർട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് നമ്മൾ പറയുന്ന ഈ ബാറ്ററി ടൈപ്സ്, ഇപ്പോൾ കൺസിഡർ ചെയ്ത ബാറ്ററി ടൈപ്സിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഓർഡറിൽ ഒരു ചാർട്ടാണ്. ഓക്കെ, ഈ ചാർട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാവും. ഫസ്റ്റ് വൺ ലിഥിയം അയോൺ, അതിൻ്റെ എനർജി ഡെൻസിറ്റി എത്രയാണ്? 250 to 300. ഇനി ലിഥിയം അയൺ, രണ്ടും മാറിപ്പോരുത്. ലിഥിയം അയോൺ ആണ് എനർജി ഡെൻസിറ്റി കൂടുതലും EVസിൽ, ഇലക്ട്രിക് വെഹിക്കിൾസും യൂസ് ചെയ്യുന്നത്. അതേസമയം ലിഥിയം അയൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ നേര് പകുതി എനർജി ഡെൻസിറ്റി ഉള്ളൂ. അതിൻ്റെ താഴെയാണ് ലെഡ് ആസിഡ് ബാറ്ററീസ് വരുന്ന 30 to 50. ദെൻ അതിന് കുറച്ച് മിഡായിട്ട് നിക്കൽ മെറ്റൽ വരും. ഇനി ഇതിൻ്റെയും ലെഡ് ആസിഡിൻ്റെ താഴെയായിട്ടാണ് ആൽക്കലൈൻ സെൽസ്, നിക്കൽ കാഡ്മിയം അങ്ങനെയുള്ള സെൽസിൻ്റെ എനർജി ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? എനർജി ഡെൻസിറ്റി കൂടുതലുള്ളത് ഇറ്റ് ഈസ് ലിഥിയം അയോൺ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്ററീസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി ഡെൻസിറ്റി? ലെഡ് ആസിഡ് ആണോ? അല്ല. നിക്കൽ അയൺ അല്ല. ഇറ്റ് ഈസ് ലിഥിയം അയോൺ. ലിഥിയം അയോൺ, ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, ഇതിൽ നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ ബാറ്ററീസിൽ വരുന്നതാണ്. അതിൻ്റെ എനർജി ഡെൻസിറ്റി ലെഡ് ആസിഡിനേക്കാളും താഴെയായിരിക്കും. നെക്സ്റ്റ് വൺ, ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. ബാറ്ററിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ബാറ്ററിയുടെ റേറ്റിംഗ് എങ്ങനെയാണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? വാട്ട്, സെക്കൻഡ് വൺ വോൾട്ട്, സി ഈസ് ആംപിയർ അവർ, തേർഡ് വൺ ഇസ് ഓം. ഓം കാണുമ്പോൾ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എന്താണ്? ഓം എന്തിൻ്റെ യൂണിറ്റ് ആണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ഫസ്റ്റ് വൺ വാട്ട്, വാട്ട് എന്തിൻ്റെ യൂണിറ്റ് ആണ്? പവർ അല്ലേ? അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ വോൾട്ട്, വോൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? വോൾട്ടേജ് അല്ലേ? സോ ആ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എലിമിനേഷൻ കഴിഞ്ഞപ്പോൾ ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആംപിയർ അവർ ഈസ് ദ ആൻസർ. ഇനി ഇതിൽ തെറ്റാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് എന്ന് പറയുന്ന പവറിൻ്റെ യൂണിറ്റ് ആണ്. ദാറ്റ് ഇസ് V × I അല്ലേ? നോർമൽ പവർ എന്ന് പറഞ്ഞാൽ V × I. അപ്പോൾ അതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. കാരണം ബാക്കി ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് എല്ലാം വാട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കിലോ വാട്ട് അതിലൊക്കെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും അതാണോ എന്നൊരു സംശയം തോന്നാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആംപിയർ അവർ. എന്താണ് ആംപിയർ അവർ എന്ന് നോക്കാം. ഇപ്പം ഒരു ഇലക്ട്രിക്കൽ റിയാക്ഷൻ, ഇവിടെ കെമിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ചാർജസ് ആണ് ഉണ്ടാവുന്നത്. ചാർജസ് Q ആണ് ഉണ്ടാവുന്നത്. Qൻ്റെ എക്സ്പ്രഷൻ എന്താണ്? വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ Q? Q ഈസ് ഈക്വൽ ടു I × T. I എന്ന് പറയുന്ന എന്താണ്? കറണ്ട് അല്ലേ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. I സ്റ്റാൻഡ്സ് ഫോർ കറണ്ട്, T ഫോർ ടൈം. ഐയുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ, അഥവാ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സും ഉണ്ട്, കുറച്ചുകൂടെ കൂടിയ യൂണിറ്റ് അവർ. ഓക്കെ, അപ്പോൾ അത് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പം എത്ര എമൗണ്ട് ഓഫ് ചാർജസ് ഡിസിപ്പേറ്റ് ചെയ്തു, അതാണ് ഒരു ബാറ്ററിയുടെ സ്പെക്ക്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും? ആംപിയർ അവർ. ഈ യൂണിറ്റ് കാണിക്കുന്ന ഒരു ഇക്വേഷനും കൂടി നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ്, which of the following is an advantage of secondary cells over primary cells? സെക്കൻഡറി സെൽസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്?
ഓക്കെ, സെക്കൻഡറി സെൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അത് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്കൊരു 2 മാസം കൂടുമ്പോൾ പുതിയ ബാറ്ററി മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വൺ ടൈം പർച്ചേസ് ചെയ്താൽ മതി. ദെൻ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യമില്ല. അതാണ് സെക്കൻഡറി സെൽസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഓപ്ഷൻസിൽ അതുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോവർ ഇനീഷ്യൽ കോസ്റ്റ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. സെക്കൻഡറി സെൽസ് ഇപ്പം നമ്മൾ ഒരു 20 രൂപയ്ക്കകത്ത് ഒരു ഡ്രൈ സെല്ല് കിട്ടും, പക്ഷേ ഒരു ലെഡ് ആസിഡ് സെൽ എത്ര രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ ലോവർ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. കനോട്ട് ബി റീചാർജ്ഡ്. സെക്കൻഡറി സെൽസിന് റീചാർജ് ചെയ്യാൻ പറ്റും, അതല്ല എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. മൂന്നാമത്തെ, ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ് മെനി ടൈംസ്. ദാറ്റ് ഈസ് ദ ആൻസർ. ഫോർത്ത് ഓപ്ഷൻ, ലോവർ എഫിഷ്യൻസി. അത് തെറ്റാ. ഇപ്പം കണ്ടല്ലോ, ചാർട്ട് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എനർജി ഡെൻസിറ്റി കൂടുതലാണ്, ദെയർഫോർ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബാറ്ററി സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു. സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? അപ്പോൾ ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഇപ്പോൾ ഒരു റെസിസ്റ്റർ ആയിക്കോട്ടെ, ഒരു സെല്ലായിക്കോട്ടെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ EMF കൂടി വരും. അതായത് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കൂടി ആഡ് ചെയ്ത് വരും. റെസിസ്റ്റർ പോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താ പറ്റുന്നത്? R ഇസ് ഈക്വൽ ടു, ഇൻ സീരീസ് ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര. അതുപോലെ EMF എന്താണ്? E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സീരീസ് സർക്യൂട്ടിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഒരു കറണ്ട് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നത്, പക്ഷേ EMF ആഡ് ചെയ്ത് വരും. ഓക്കെ, ഇനി ഇതേ സോഴ്സസ് നമ്മൾ പാരലി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതേ സോഴ്സസ് പാരലി കണക്ട് ചെയ്യാണ്. ദെൻ വാട്ട് ഹാപ്പൻസ്? EMF വിൽ ബി കോൺസ്റ്റന്റ്, കറണ്ട് ആഡ് ചെയ്ത് വരും അല്ലേ? ഒരു പാരലൽ സർക്യൂട്ടിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും സെയിം ആയിരിക്കും. ആണല്ലോ? ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി ഇത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ എ ബാറ്ററി സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു. ഇൻക്രീസ് കറണ്ട് കപ്പാസിറ്റി ആണോ? അല്ല. സീരീസ് സർക്യൂട്ടിൽ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇൻക്രീസ് ടെർമിനൽ വോൾട്ടേജ്. കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ നോക്കൂ. ഡിക്രീസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ? റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ, റോങ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി, ഇൻക്രീസ് എഫിഷ്യൻസി ഓൺലി. എഫിഷ്യൻസി മാത്രമായിട്ട് അങ്ങനെ കൂടില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ഇൻക്രീസ് ടെർമിനൽ വോൾട്ടേജ്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എഗ്രീയിങ് അല്ല. ഓക്കെ, സോ MCQ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻസും പാസ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപയോഗിക്കുക. ഇനി എക്സാമിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കണ്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ബിഗ് ലേണിങ്ങിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ ഫോം ലിങ്ക് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യുക. അതോടൊപ്പം തന്നെ കോഴ്സിനെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.